സോ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി റയ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജർമ്മൻ ലാംഗ്വേജിൽ ഒന്ന് പറഞ്ഞു പോകും. Mein Name ist Raya, ich bin 20 Jahre alt, ich komme aus Indien und ich wohne in Malappuram und jetzt möchte ich nach Deutschland fliegen, weil ich dort eine Ausbildung machen möchte. എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. സോ ഈ 1.5 lakhs സ്റ്റൈപ്പൻഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സോ ഇതുള്ളത് തന്നെയാണോ? അതെ. ഈ നഴ്സിംഗ് പഠിക്കാൻ ഇവിടെ നാട്ടിൽ തന്നെ കുറേ കോളേജസ് ഉണ്ട്. സോ റയ എന്തുകൊണ്ട് അവിടേക്ക് പോയില്ല, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരു ഓപ്ഷൻ നോക്കിയില്ല? ഈ ജർമ്മൻ ട്രെയിനർ ആയതിന് ശേഷം റയ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഒരു അപ്രോക്സ് എത്ര ഏൺ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇതിൽ ഏകദേശം 1 ലക്ഷം. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലപ്പുറത്ത് നിന്നുള്ള വളരെ യങ് ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. ഗസ്റ്റ് മാത്രമല്ല, ലാൻസ്റ്യൂട്ടിലെ ഒരു ഫാക്കൽറ്റി കൂടിയാണ്. വെറും 20-ാം വയസ്സിൽ തന്നെ ജർമ്മനിയിലേക്ക് സ്കോളർഷിപ്പോട് കൂടെ 100%, അതായത് മന്ത്ലി 1 lakh സ്റ്റൈപ്പൻഡോട് കൂടെ ജർമ്മനിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് റയ. അപ്പോൾ റയയോട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. റയ, എപ്പോഴാണ് ജർമ്മനിക്ക് പോകുന്നത്? എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് സെപ്റ്റംബർ 2-നാണ്. സോ ഓൾമോസ്റ്റ് ഒരു ഓഗസ്റ്റ് എൻഡ് ആകുമ്പോൾ പോകും. ഏത് കോഴ്സാണ് റയ ഇപ്പോൾ ജർമ്മനിക്ക് പഠിക്കാൻ പോകുന്നത്? ഞാൻ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനാണ് പോണത്. സോ എത്ര വർഷത്തെ കോഴ്സാണ് ഈ നഴ്സിംഗ്? ആക്ച്വലി അതൊരു 3-year പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ് ഈ ഹൗസ് ബിൽഡിംഗ് എന്നുള്ളത്. ഒരു ജർമ്മൻ വേർഡാണെന്ന് തോന്നുന്നു അല്ലേ? സോ എന്താണ് ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്? ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 3 years വരുന്ന ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ആണ് അത്. മാത്രമല്ല നമുക്ക് 100% ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഇപ്പൊ ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് കോഴ്സസ് വരുന്നുണ്ട്. ഇപ്പൊ നഴ്സിംഗ്, IT സ്പെഷ്യലിസ്റ്റ്, മെക്കട്രോണിക്സ്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ജസ്റ്റ് നഴ്സിംഗ് മാത്രമല്ല ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സിന്റെ അണ്ടറിലുള്ളത്, കുറെ കോഴ്സുകളുണ്ട്. ഓക്കെ, സോ ഈ 1.5 lakhs സ്റ്റൈപ്പൻഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സോ ഇതുള്ളത് തന്നെയാണോ? അതെ. ഓക്കെ, സോ എന്തിനാണ് ലൈക്ക് ഇത് നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടാണോ ഈ 1.5 lakhനടുത്ത്? എത്ര അത് 1,600 euros? സോ ഇത് നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് എടുത്തിട്ടാണോ ഈ പറയുന്ന ഈ ഒരു എമൗണ്ടിലേക്ക് എത്തുന്നത്? ആക്ച്വലി നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പം മോർ ദാൻ 50% നമ്മൾ പ്രാക്ടിക്കലാണ് ചെയ്യണത്. സോ നമ്മൾ ആക്ച്വലി ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യണം. അപ്പം ആ ഒരു വർക്കിനുള്ള എമൗണ്ട് ആണ് ആക്ച്വലി സ്റ്റൈപ്പൻഡ് എന്നുള്ള നിലയ്ക്ക് വരുന്നത്. ഇൻട്രസ്റ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പല കോഴ്സുകളും വളരെ എന്താ പറയാ തിയററ്റിക്കൽ ആയിട്ടുള്ള കോഴ്സുകളാണ്. അവർക്ക് പ്രാക്ടീസ് അവിടെ കിട്ടുന്നില്ല. അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നു, അതേപോലെ അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യുന്നു. അതിനുള്ളൊരു സ്റ്റൈപ്പൻഡ് ആണ് അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ്. സോ നിങ്ങൾക്ക് വൺസ് എന്താ പറയുക ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അതെ, 100% പ്ലേസ്മെന്റ് അവർ തരും. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്. സോ റയ, എൻ്റെ മനസ്സിലുള്ളൊരു ഡൗട്ടാണ്, ഈ നഴ്സിംഗ് പഠിക്കാൻ ഇവിടെ നാട്ടിൽ തന്നെ കുറേ കോളേജസ് ഉണ്ട്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, ഗവൺമെൻറ് കോളേജസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഇവിടെ നാട്ടിൽ നിന്ന് കൂടുതൽ പോകുന്നത് ബാംഗ്ലൂർ, അതേപോലെ തമിഴ്നാട്ടിലൊക്കെ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. സോ റയ എന്തുകൊണ്ട് അവിടേക്ക് പോയില്ല, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരു ഓപ്ഷൻ നോക്കിയില്ല? ഫസ്റ്റ് ഓഫ് ഓൾ, ടു ബി ഓണസ്റ്റ്, നാട്ടില് നഴ്സിംഗിന് സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ നെക്സ്റ്റ് ഇനി എന്തെന്നുള്ളൊരു തോട്ട് വന്നത്. പിന്നെ ഇനി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് കേരള സ്റ്റേറ്റിലൊക്കെ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസും വരും. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നത്. ലൈക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജർമ്മനി പോയിട്ട് അവിടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തു. അങ്ങനെയാണ് വൈ നോട്ട്, ജർമ്മനി ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിക്ക് ചൂസ് ചെയ്തത്. അടിപൊളി. ഓക്കെ റയ, എങ്ങനെയാണ് ഈ ജർമ്മൻ പഠിക്കാമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയത്? മുമ്പേ ഉണ്ടായിരുന്നു, ലൈക്ക് +2 കഴിഞ്ഞാൽ നഴ്സിംഗ് എടുക്കണമെന്ന് തന്നെ ആയിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ സീറ്റ് കിട്ടാത്ത അങ്ങനത്തെ ഓരോ വിഷയം വന്നത്. അപ്പം ഈ ജർമ്മനിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് +2+ ഈ ലാംഗ്വേജും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ +2 മാത്രം പോരാ, +2ന്റെ കൂടെ ഇവർക്ക് ജർമ്മൻ ലാംഗ്വേജും മാൻഡേറ്ററി ആണ്. എങ്ങനെയുണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമാണോ? ഞാൻ ചെറിയ ഡെമോ ക്ലാസ് ഒക്കെ കയറിയിട്ടുണ്ട്.
ബട്ട് എനിക്ക് തോന്നിയ കുറേ കൂടി ഇംഗ്ലീഷായിട്ട് സിമിലർ ആണ്. അങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും ലൈക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയണമെന്നില്ല, ഒരു ബേസിക് ഒക്കെ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റും. കുറച്ച് വേർഡ്സ് ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പേരെന്താ പറയാന്നൊക്കെ ഉള്ളത്. പേരെന്താ നമുക്ക് ഇംഗ്ലീഷോട് വളരെ സിമിലർ ആയിട്ട് വാസ് ഇസ്റ്റ് ഇയർ നാമ എന്ന് ചോദിക്കാം. വാട്ട്സ് യുവർ നെയിം? വാസ് ഇസ്റ്റ് ഇയർ നാമ. വാസ് ഈസ് ഇയർ നാമ. സോ എൻ്റെ പേര് എങ്ങനെ പറയാ? മൈ നാമ ഇസ്റ്റ്. മൈ നാമ ഇസ്. മൈ നെയിം ഈസ് മൈ നാമ. സോ ഭയങ്കര സിമിലർ ആണല്ലോ വേർഡ്സ് ഒക്കെ. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. സോ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി റയ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജർമ്മൻ ലാംഗ്വേജിൽ ഒന്ന് പറഞ്ഞു നോക്കാം. Mein Name ist Raya. Ich bin 20 Jahre alt. Ich komme aus Indien und ich wohne in Malappuram. Und jetzt möchte ich nach Deutschland fliegen, weil ich dort eine Ausbildung machen möchte. എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഫസ്റ്റത്തെ മൈ നാമേഴ്സ് പേര് പറഞ്ഞത് മാത്രം മനസ്സിലായിട്ടുണ്ട്. റയ പറഞ്ഞു ഇവിടെ നാട്ടിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ വേറെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കി അങ്ങനെ ഫൈനലി ജർമ്മൻ പഠിക്കാം, ജർമ്മനിയിലേക്ക് പോകാന്നുള്ള പ്ലാന് ഉണ്ടായത്. സോ ഇവിടെ നാട്ടിൽ അഡ്മിഷൻ കിട്ടാൻ ഏകദേശം എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണ്ടി വരും? റയക്ക് +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി മോർ ദാൻ 90%, ലൈക്ക് 93%. 93% ഉണ്ടായിട്ട് പോലും റയക്ക് നാട്ടിൽ നഴ്സിംഗ് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. സോ ഇനി ജർമ്മനിക്ക് പോകണമെങ്കിൽ +2യുടെ മാർക്ക് അവിടെ അവർ കൺസിഡർ ചെയ്യുമോ, അല്ലെങ്കിൽ ജസ്റ്റ് ജർമ്മൻ ലാംഗ്വേജ് +2 പാസ്സാണോ? +2 പാസ്സായാൽ തന്നെ മതി ആക്ച്വലി. അത് ഏത് സ്ട്രീമോ ആയിക്കോട്ടെ, സയൻസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ നഴ്സിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഏത് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കും നഴ്സിംഗിന് വേണ്ടിയിട്ട് ജർമ്മനിക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് പഠിക്കണമെങ്കിൽ +2 12th ബയോളജി സയൻസ് ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട് അല്ലേ? ബട്ട് വെൻ ഇറ്റ് കംസ് ടു ജർമ്മനി നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട്, അത് ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ബയോളജി സയൻസ് ആയിക്കോട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കും നഴ്സിംഗിന് ജർമ്മനിയിലേക്ക് ഈ ഒരു പ്രോഗ്രാമിന്, ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും ഇപ്പം ഞാനൊക്കെ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് എടുത്തപ്പോൾ ഇനി എനിക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് മാറാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു കാര്യം. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന് ഏത് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കും ജർമ്മനിയിലേക്ക് ഈ ഒരു നഴ്സിംഗ് പഠിക്കാൻ പോകാവുന്നതാണ്. വേറൊരു കാര്യം, ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ റയ നമ്മുടെ ഫാക്കൽറ്റി കൂടിയാണ്. സോ ഇതിനു മുന്നേ വേറൊരു സ്ഥാപനത്തിൽ ട്രെയിനറായിട്ട് കൂടെ റയ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ വെറും 20ാം വയസ്സിലാണ് റയ ഒരു ജർമ്മൻ ട്രെയിനറായിട്ട് മാറിയത്. സോ ഈ ജർമ്മൻ ട്രെയിനർ ആയതിന് ശേഷം റയ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഒരു അപ്രോക്സ് എത്ര ഏൺ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഞാൻ ഏകദേശം ഒരു 6 to 7 months ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 3 ലക്ഷം 3 lakhs 6 മാസം കൊണ്ട് 3 lakhs അടുത്ത് റയ ഏൺ ചെയ്തു. സോ അതും 12th കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയപ്പോൾ. സോ അത് നല്ലൊരു എമൗണ്ട് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. 3 lakhs എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മന്ത്ലി അറൗണ്ട് 50,000 അടുത്ത് ഈ ഒരു യങ് ഏജിൽ തന്നെ ഏൺ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഈ ഒരു ഓഡിയൻസിന് ഇനി 12th കഴിഞ്ഞ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുമുള്ളൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷനാണ് ശരിക്കും പറഞ്ഞാൽ റയ. സോ എന്താണ് ഈ ഡിസിഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്കറിയാം റയക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്ന് കിട്ടിയിട്ടുള്ളത്. സോ എന്താണ്, വീട്ടുകാർ ഹാപ്പിയാണോ? റയ എടുത്ത ഡിസിഷനാണോ അല്ലെങ്കിൽ വീട്ടുകാരും കൂടെ സപ്പോർട്ടോടു കൂടെ എടുത്തൊരു ഡിസിഷനാണോ? ആക്ച്വലി എൻ്റെ ഒരു താല്പര്യമായിരുന്നു ഇങ്ങനെ അബ്രോഡ് പോകണം. പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ ആയിരുന്നു. കാരണം പഠിക്കാൻ തന്നെ ലൈക്ക് ഉമ്മാനൊക്കെ വിട്ടിട്ട് ദൂരെ പോവുക അങ്ങനത്തെ ഒക്കെ ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അന്നേരം എൻ്റെ പാരൻസിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇപ്പം എനിക്ക് ഇത്രയും എങ്കിലും ചെയ്യാൻ പറ്റിയത്. അവർ ഭയങ്കര ഹാപ്പിയാണ്. സോ ജർമ്മൻ ലാംഗ്വേജിൽ ടോട്ടൽ 6 ലെവലുകളാണുള്ളത്. A1, A2, B1, B2, C1, C2. അപ്പോൾ ഇതിലെ B2 ലെവൽ വരെ ക്ലിയർ ചെയ്താലാണ് ഈ ഒരു പ്രോഗ്രാം, ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ റയ ഏത് ലെവൽ വരെ ക്ലിയർ ചെയ്തിട്ടുണ്ട്? ആക്ച്വലി ഹൗസ് ബിൽഡിങ്ങിന് B1 or B2. B1 B2 മാൻഡേറ്ററി അല്ല, B1 അല്ലെങ്കിൽ B2 ആണ്. B1 അല്ലെങ്കിൽ B2 ആണ്. സോ
ഏറ്റവും കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് B2 ആണ്. സോ ഞാൻ B2 ക്വാളിഫൈഡ് ആണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഈ B1 പഠിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് B2 ചെയ്യണം എന്നുള്ള കണ്ടീഷൻ ഉണ്ടോ? അല്ലെങ്കിൽ യെസ് അതെ, നമ്മൾ ഇവിടുന്ന് B1 സർട്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവർ പറയുന്ന ആ ഒരു കാലയളവിൽ നമ്മൾ B2 എന്തായാലും എഴുതിയെടുക്കണം. സോ B2 ലെവല് ക്ലിയർ ചെയ്തിട്ടാണ് റയ ഇവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ജേർണി, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. B2 നമ്മൾ ക്വാളിഫൈ ആയി, പിന്നെ പ്രോസസ്സിങ്ങിന് വിസ കിട്ടുമ്പോൾ ഇത്തിരി ഒരു ടൈം ഗ്യാപ്പ് എന്തായാലും എടുക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ എന്തായാലും ഒരു ജർമ്മൻ ട്രെയിനറായിട്ട് പോയാലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ലാൻഡ് എൻ്റെ ഒരു ട്രെയിനിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് വെരി ഗുഡ്. കാരണം എനിക്ക് കുട്ടികളെയും ട്രെയിൻ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ലാംഗ്വേജ് ലെവലും അതിൻ്റെ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനിവിടെ A1 A2 ലെവലാണ് പഠിപ്പിക്കുന്നത്. സോ എനിക്കറിയാം, ഞാനും ഈ പറഞ്ഞ പോലെ A1 A2 അങ്ങനെ പോയതുകൊണ്ട് എനിക്കറിയാം ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എങ്ങനെയാണെന്നുള്ളത്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് എനിക്ക് അവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റുഡൻസിനാണെങ്കിലും A1 മുതൽ എനിക്കറിയാലോ ലൈക്ക് എന്താണ് അവർക്ക് ആവശ്യമുള്ളത്. സോ അതിൻ്റെ രീതിക്ക് എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഡെയിലി ടെസ്റ്റ് ആണെങ്കിലും സ്പീക്കിംഗ് സെഷൻ ആണെങ്കിലും എല്ലാം എനിക്ക് അവർക്ക് ആവശ്യമുള്ള രീതിക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി റയ ത്രൂ കുറേ കുട്ടികൾ ഇനി പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്, ഹോപ്പ്ഫുള്ളി. ഓക്കെ, സോ റയയുടെ സ്റ്റുഡൻസ് ഇപ്പോൾ നിലവിൽ എല്ലാവരും ഇതേപോലെ നഴ്സിങ്ങിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റീവായിട്ട് പഠിക്കുന്നവരുണ്ടോ ക്ലാസ്സിൽ? എൻ്റെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും ഈ പറഞ്ഞ പോലെ +2 കഴിഞ്ഞിട്ട് അവിടെ ഹയർ സ്റ്റഡീസ് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെട്ട് വരുന്നവരാണ്. അല്ലാണ്ട് നമുക്ക് നഴ്സസും ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന നഴ്സസും എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അവർക്ക് ജർമ്മനി പോയിട്ട് നഴ്സിംഗ് പ്രൊഫഷൻ ചെയ്യാൻ വേണ്ടി. സോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ വെറും നഴ്സിംഗ് ജർമ്മനിയിൽ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ജർമ്മനിയിൽ പഠിക്കുക എന്നുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമല്ല ഉള്ളത്, കുറേ ഓപ്പർച്യൂണിറ്റീസ്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ, നഴ്സിംഗ്, IT, മെക്കട്രോണിക്സ്, ഇലക്ട്രോണിക്സ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലെയുള്ള നമ്പർ ഓഫ് കോഴ്സസ് ഈ പറഞ്ഞ ഈ സ്റ്റൈപ്പൻഡോട് കൂടെ ജർമ്മനിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ജർമ്മൻ പഠിക്കുന്നത് നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള നേഴ്സുമാരുണ്ട്, BSc GNM നേഴ്സുമാർ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് അവിടെ അറൗണ്ട് 2.53 lakhs സ്റ്റാർട്ടിങ് സാലറിയിൽ വർക്ക് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത് കൊണ്ട് റയെ പോലെ ഇവിടെ ട്രെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനേഴ്സ് ആയിട്ട് ഹൈപെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ ഇന്ത്യയിലെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നവരുണ്ട്. പലർക്കുള്ള ഡൗട്ടായിരിക്കും എന്തായിരിക്കും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് ഇന്ത്യയിൽ എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ആമസോൺ, ഗൂഗിൾ, യൂട്യൂബ്, EY, KPMG ഇങ്ങനെ മൾട്ടിനാഷണൽ കമ്പനീസിന് ലാംഗ്വേജ് എക്സ്പേർട്സിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ കമ്പനീസിൽ ഹൈ പെയ്ഡ് ആയിട്ടാണ് ലാംഗ്വേജ് എക്സ്പേർട്സിനെ ഹയർ ചെയ്യുന്നത്. സോ ആളുകൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു എന്നിട്ട് ഈ പറയുന്ന കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്ത് അവിടെ നല്ലൊരു ജോബ് കണ്ടെത്തുന്നവരും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഡിഗ്രിക്കൊക്കെ പഠിച്ച് ഇറങ്ങുന്നതിനെക്കാട്ടും കൂടുതൽ സാലറിയിലാണ് ഈ പറയുന്ന ആളുകളെ വെറും ഒരു ലാംഗ്വേജ് സ്കില്ല് കൊണ്ട് ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് ഹയർ ചെയ്യുന്നത്. ഇനി പാക്കേജിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ ഇവരെ സ്റ്റാർട്ടിങ് പാക്കേജ് വരുന്നത് 50,000 അതിന് മുകളിലേക്കാണ് ലാംഗ്വേജ് എക്സ്പേർട്ടായിട്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് BCom ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതോ കോഴ്സ് ഉണ്ടോ എന്നല്ല അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയോ എന്നുള്ളതാണ്. അത് ജർമ്മൻ ആയിക്കോട്ടെ, ഫ്രഞ്ച് ആയിക്കോട്ടെ, സ്പാനിഷ് ആയിക്കോട്ടെ, ഈ ലാംഗ്വേജ് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു B1 ലെവൽ വരെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്പനീസിൽ ആമസോൺ, EY, PwC, KPMG, ഗൂഗിൾ, അതേപോലെ യൂട്യൂബ് പോലെയുള്ള കമ്പനീസിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഫ്രഷറായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അപ്രോക്സ് ഒരു സാലറി 15-20 ഒക്കെ ഉണ്ടാവും. അല്ലാതെ അത്രയും സ്കിൽഡ് ആയിട്ടുള്ളവർക്കാണ് പിന്നെ ഹൈ പാക്കേജ് കിട്ടുക. ഇത് ജസ്റ്റ് ഫ്രഷർ ആയിക്കൊണ്ട് തന്നെ ജസ്റ്റ് ഈ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റാർട്ടിങ് 50 സാലറി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പലരും അറിയാതെ പോകുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ലാൻഡ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വെറും ജർമ്മൻ ലാംഗ്വേജ് മാത്രമല്ല, ഇവിടെ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ പല ഫോറിൻ ലാംഗ്വേജസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ഇവരൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ലാംഗ്വേജ് എക്സ്പേർട്ട് ആവുക, എന്നിട്ട് ഇതേപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഒന്ന് മൈഗ്രേഷൻ
അവിടെ പോയിട്ട് ജോബ് PR ഒക്കെ കിട്ടാനുള്ള ഒരു പ്ലാനോട് കൂടെ പഠിക്കുന്നവരുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നല്ലൊരു ലാംഗ്വേജ് എക്സ്പേർട്ട് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിക്കുന്നവരും ലാൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ലാംഗ്വേജിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്? നമ്മൾ +2 ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. മിനിമം B1 ഓർ B2, ഏറ്റവും നല്ലത് B2 വരെ കംപ്ലീറ്റ് ചെയ്യുക. ശേഷം പിന്നെ നമുക്ക് നമ്മുടെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ട്രാൻസ്ലേഷൻ, അറ്റസ്റ്റേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇൻ ബിറ്റ്വീൻ തന്നെ നമുക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. ജർമ്മനിയിൽ നിന്നും ലൈക്ക് നമ്മുടെ സ്കൂളിൽ നിന്നാണെങ്കിലും അതേപോലെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ, ഇങ്ങനെ 2 ഇൻ്റർവ്യൂസാണ് വരുന്നത്. ആ 2 ഇൻ്റർവ്യൂസും നമ്മൾ പാസ്സാവണം, എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫർ ലെറ്റർ തരും. പിന്നെ വിസ VFSൽ പോവുക, വിസ അപ്ലൈ ചെയ്യുക, വിസ കിട്ടിക്കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഒരു അപ്രോക്സ് ഡ്യൂറേഷൻ? അപ്പം മിനിമം നിങ്ങളൊരു 3 to 6 months എങ്കിലും ഇതിന് വേണ്ടിയിട്ട് കാണണം. ഈ ഒരു ലാംഗ്വേജ് പഠിച്ചൊരു 3 to 6 months നമ്മുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കാണണം. ലാൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇപ്പോൾ കുറേ പേര് പോകാൻ നിൽക്കുകയാണ് ഓഫർ ലെറ്റർ കിട്ടിയിട്ട്. അതുപോലെ കുറേ പേര് ഇപ്പോൾ ഓൾറെഡി ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട്. സോ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നമ്മൾ സൈഡ് മേക്ക് ഷുവർ ചെയ്യേണ്ടത് ലാംഗ്വേജ് നല്ല അടിപൊളിയായി പഠിക്കുക, ഫ്ലുവൻസി ഉണ്ടാക്കുക, അതേപോലെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. റയാനെ പോലെ കുറേ പേര് ലാൻസ്റ്റിറ്റ്യൂട്ട് വഴി ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ കുറേ ആളുകളുടെ പേപ്പർ വർക്ക്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ 12th സർട്ടിഫിക്കറ്റ്, അതേപോലെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ B2 സർട്ടിഫിക്കറ്റ്, അത് ഗോയത്തെ ആയിക്കോട്ടെ, പല തരത്തിലുള്ള എക്സാംസ് ഉണ്ട്. ഗോയത്തെ അല്ലെങ്കിൽ ECL, ടെൽക്ക്, ഇതിലേതെങ്കിലും ഒരു എക്സാം B2 ക്ലിയർ ചെയ്ത സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ പ്രോസസ്സിങ് വളരെ എളുപ്പമാണ്. അതുവഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജർമ്മനിയിൽ എത്താൻ പറ്റും. സോ +2 കഴിഞ്ഞ് റയയുടെ ഏജിലുള്ള ആളുകൾ കുറേ ആളുകളുണ്ട്, ചിലപ്പോൾ ഇതുവരെ ഡിസിഷൻ എടുക്കാത്ത ആളുകളുണ്ട്. അവരോടൊക്കെ റയക്ക് എന്താണ് പറയാനുള്ളത്? ഇതുവരെ ഡിസിഷൻ എടുക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 100% ഞാൻ പറയും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക. 100% കോൺഫിഡൻസ്? അതെ, 100% കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്. എന്തായാലും ഈ ഒരു ലാംഗ്വേജ് എടുക്കുക. ഇപ്പം ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോഴേ ഡൗട്ടാണ് നെക്സ്റ്റ് എന്ത്, അങ്ങനെ ഒരു ഡൗട്ട് വരുന്നുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ഇഫ് നിങ്ങൾ ഈ ഡിഗ്രീൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ഈ ഒരു ലാംഗ്വേജും കൂടെ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും വേസ്റ്റ് ആവില്ല. 100% ഹെൽപ്ഫുൾ. ലൈഫ് ലോങ് സ്കില്ലാണ് ശരിക്കും പറഞ്ഞ ലാംഗ്വേജ്. സോ ഈ നഴ്സിംഗ് കോഴ്സ് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ അറൗണ്ട് 10 lakhs നമുക്ക് എക്സ്പെൻസ് വരും. നേരെ മറിച്ച് 12th കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കാനാണെങ്കിൽ ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സിൻ്റെ അണ്ടറിൽ നഴ്സിംഗ് പഠിക്കാനാണെങ്കിൽ മന്ത്ലി അറൗണ്ട് 1.5 lakh നമുക്ക് സ്റ്റൈപ്പൻഡായി കിട്ടിക്കൊണ്ട് നമുക്ക് ജർമ്മനിയിൽ പഠിക്കാൻ പറ്റും. അതേപോലെ റയ പറഞ്ഞതനുസരിച്ച് നമുക്ക് അവിടെ വൺസ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് പ്ലേസ്മെൻറ്റും ഈ പറയുന്ന അവരുടെ സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് ആളുകൾ ലാംഗ്വേജ് പഠിക്കാനും അതേപോലെ എബ്രോഡ് പോയി സെറ്റിൽ ആവാനും ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ വ്യൂവേഴ്സിലുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ട് ലാൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് സീരീസാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി റേയെ നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേയുടെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന വീഡിയോസും പോഡ്കാസ്റ്റുമായിട്ട് നമ്മൾ വരുന്നതാണ്. സോ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ലാൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം.